വെളിയങ്കോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയുണ്ട്. ആ മഖബറയുടെ പുറത്തൊരു ഖബർ കാണാം. അതിങ്ങനെ വിണ്ട് കീറിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളില് മഹാനായ ഉമർ ഖാദിന്റെ ഒരു സുഹൃത്തായ സ്നേഹിതനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ ഖബറാണ്. ബ്രിട്ടീഷുകാരെ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഉമർ ഖാദിയെ 3-ാം തവണയും ബ്രിട്ടീഷുകാര് ജയിലടക്കാൻ കൊണ്ടുപോയപ്പോൾ ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോ ഉമർ ഖാദി പറഞ്ഞു പോലും, അല്ല കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ, ഈ ബ്രിട്ടീഷിന്റെ പട്ടാളം എന്നെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ സമയത്ത് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ രാവിലേക്ക് അങ്ങോട്ട് വരാം. ഖബർ ഇങ്ങോട്ട് വിണ്ടുകീറി പട്ടാളക്കാരിത് കാണുകയാണ്. മക്കളെ, ഉമർ ഖാദി പറഞ്ഞു, വരണ്ട, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഉമർ ഖാദിക്കൊരു പട്ടാളത്തെയും പേടിയില്ല, ഒരു ബ്രിട്ടീഷുകാരെയും പേടിയില്ല, ഒരു നിരീശ്വരവാദിയെയും പേടിയില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഇദ്ദേഹം ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ അവസരം കിട്ടാതെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊന്ന് കാണിച്ചത്, ഇതുപോലെ ആളുകളോട് പച്ചക്കളവ് പറഞ്ഞിട്ട് ഖബറിലേക്ക് ഒരാള് വിളിക്കുകയാണ്. അപ്പൊ ഖബറിൽ നിന്ന് ഒരാൾ ഇങ്ങനെ മറുപടി പറയാണ്, എന്നാ ഞാനായിട്ട് നീച്ചിട്ട് വരണോന്ന്. അപ്പൊ പുറത്തുള്ള ആള് പറയാണ്, എജ്ജ് അവിടെ കടന്നോ, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ആദ്യം വിളിച്ചത്? പൊന്നാരത്തിനോ? എത്ര വലിയ ആളുകളാണെങ്കിലും ആ ആളുകളെ കുറിച്ച് പച്ചക്കളവ് പറയാൻ ഇവർക്ക് ഒരു ഉളുപ്പില്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ഇങ്ങനെയുള്ള പച്ചക്കളവുകൾ ഇവർ പറഞ്ഞും കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊന്ന് കണ്ടോക്കാം നിങ്ങള്. عليكم صلوات الله عليكم أشرق البدر علينا واختفت منه الكروب مثل حسنك ما رأينا قط يا بديع നബി സലാം അലൈക്കും യാ റസൂൽ. ജാറത്തുമ മൂടാനുള്ള പട്ടും പിടിച്ചും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് എന്താണ് ചൊല്ലുന്നത്? യാ നബി സലാമും അഷ്റഖൽ ബദ്റും ഒക്കെ ഓതിയും കൊണ്ടാണ് ഒരു പോണത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധനം കൊണ്ടേയിട്ടിട്ട് ആ പെട്ടിയൊന്ന് തുടച്ച് മിനുക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ തള്ളിക്കോളും. ഈ തള്ളിണ എടുത്തിട്ട് ഇങ്ങനെ സുഭിക്ഷമായിട്ട് ആർഭാട ജീവിതം നയിക്കുക എന്ന ഉദ്ദേശമാണ്. നേരത്തെ മൂപ്പര് പറഞ്ഞത് ഇതുപോലെ 2 ജാറങ്ങളിലുള്ള ആളുകളുടെ കഥയാണ്. ഈ കൊണ്ടയിടുന്നത് ഏതോ പുതിയ ജാറാണ്. ഇനി മുമ്പ് അദ്ദേഹം പറഞ്ഞത് 2 ജാറങ്ങളുണ്ട്. ഉമർ ഖാദിക്കും ജാറുണ്ട്, അതുപോലെ തന്നെ പുത്തമ്പള്ളിത്തെ മൂല്യർക്കും ജാറുണ്ട്. അപ്പൊ ജാറുണ്ടെങ്കിൽ അതിന്റെ തലക്കും ഭാഗത്തോ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് 3-4 പെട്ടികളും ഉണ്ടാവും. ഈ പെട്ടി ഇങ്ങനെ കൊണ്ടുപോയിടുക ആൾക്കാര്. പെട്ടിയിൽ പൈസ ഇട്ട പോലെ കാര്യം നടക്കുന്നുള്ളതാണ്. കൈക്കൂലി കൊടുക്കുകയാണേ. ഔലിയക്ക് കൈക്കൂലി കൊടുത്തിട്ട് അള്ളാഹിനെ കൊണ്ട് കാര്യം നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ യാനബിയും അതുപോലെ അഷ്റഖിയും ഒക്കെ പാടിയും കൊണ്ട് ഇവര് പാട്ടും കൊണ്ടുപോയിട്ട് ഈ ശവകുടീരത്തിന് മുകളിൽ, എത്ര വലിയ സുജായുടെ ആണെങ്കിലും വേണ്ട ആ ശവകുടീരം, അതിന്റെ മുകളിൽ പട്ടുപിരിച്ചുകൊണ്ട് ശവകുടീര ബിസിനസ്, മയ്യത്ത് വ്യാപാരം നടത്തിക്കൊണ്ട് ആളുകളെ ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തുറന്നു പറയുന്ന ആളുകള് അവര് വളരെ മോശമാണ്, അവര് വഹാബികളാണ്, അവര് പേച്ചോലാണ്, വിധേയികളാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അതൊക്കെ ഇങ്ങനെ തുറന്നു കാണിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശവും അതൊരു ഉത്തരവാദിത്വവും ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ നിന്നുകൊണ്ട് പറഞ്ഞത് എത്തിയത് എത്താത്തോലിക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഈ ഷെയ്ഖന്മാർ, ഈ മൗലാനമാര് നിങ്ങൾക്ക് പിഴച്ച വിശ്വാസം, കുഫറും ഷിർക്കുമാണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് അല്ല ഇസ്ലാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉത്തരവാദിത്വം തന്നെയാണ്. പ്രബോധനം അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പിന്നെ അതില്ലല്ലോ, അത് തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാര്യം വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ?
ഇത് കൂടൂല്ല കുറയൂല്ല. നിങ്ങൾ പെറ്റി പെരുക എന്നല്ലാണ്ട് ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ടോ? ഓക്കെ, ഇൻഷാല്ലാ അതല്ല വിഷയം. ഇവിടെ കള്ളക്കഥകളും കള്ളക്കറാമത്തുകളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാനബിയും ചൊല്ലിയും കൊണ്ട് പട്ടും പിരിച്ച് നടക്കുന്നത് ഇവരുടെ ചേർലാഭത്തിന് വേണ്ടിയിട്ടാണ്, ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ പ്രഭാഷണം കൂടി ചേർക്കുന്നുണ്ട്, അതുകൂടി കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാവട്ടെ എന്നാണ് പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവർ പലപ്പോഴും തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ ദുആഇന് വിളിച്ചു പ്രാർത്ഥന എന്ന് എവിടെ നിന്നാണ് അർത്ഥം പറയുന്നത്? ദുആ എന്നാൽ പ്രാർത്ഥനയാണ്. വിളിച്ചു തേട്ടം ദുആഇൽ പെടുകയില്ല, അത് പ്രാർത്ഥനയല്ല. ഞങ്ങൾ ഇവിടെ ഔലിയാക്കന്മാരോട് നടത്തുന്നത് കേവല വിളിച്ചു തേട്ടമാണ്, കേവല സഹായ തേട്ടമാണ്, അത് ഒരിക്കലും പ്രാർത്ഥനയുടെ പരിധിയിൽ പെടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. അപ്പൊ എന്താണ് അതിന് മറുപടിയായി പറയാനുള്ളത്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ ദുആ എന്നത് പല സന്ദർഭങ്ങളിലും വിളിച്ചു തേട്ടം എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പലപ്പോഴും ഔലിയാക്കന്മാരെ വിളിച്ചു തേടുന്നതിനും അവരോട് സഹായം ചോദിക്കുന്നതിനുമുള്ള ന്യായമായി പറഞ്ഞ അത് പ്രാർത്ഥന, ഇത് വിളിച്ചു തേട്ടം, അത് പ്രാർത്ഥന, ഇത് ഇസ്തിഗാസ, അത് പ്രാർത്ഥന, ഇത് ഇസ്തിആന, അത് പ്രാർത്ഥന, ഇത് ഇസ്തിശ്ഫാ. വലിയ എന്തോ കാര്യം കേട്ടതുപോലെയാണ് ആളുകൾ ധരിക്കുക. ഒന്നുമില്ല, ദുആഉം പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒക്കെ ഒരേ കാര്യമായി ഖുർആനിൽ പലയിടത്തും വന്നിട്ടുണ്ട്. സഖറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. സൂറത്തു മറിയം ആരംഭിക്കുന്നത് തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സഖറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സഖറിയ നബിയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുക. അല്ലാഹു ഖുർആനിൽ പറയും, ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ നാദ. എന്റെ അറബിയിൽ നാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിളിച്ചു തേടി. ഒരാളെ വിളിക്കുന്നതിനാണ് നാദ എന്ന് പറയുന്നത്. ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയാൻ, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. ഖുർആനായത്തിലെ തെളിവാണിത്. അള്ളാഹുവെ, നിന്നോട് ദുആ ചെയ്തത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. ആദ്യത്തിൽ അള്ളാഹു പ്രാർത്ഥനയെ നിദാ എന്നാണ് പറഞ്ഞത്. വിളിച്ചു തേട്ടം അങ്ങനെയാണ് പറഞ്ഞത്. വിളിച്ചു തേട്ടം എന്നാണ് പറഞ്ഞത്. പല ആളുകളും ഞാൻ ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ വലിയ തെളിവായി പറയും, നിങ്ങൾക്ക് എവിടെ ഈ ദുആഇന് വിളിച്ചു തേട്ടം എന്ന അർത്ഥം ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. ഖുർആനിൽ അല്ലാഹു ദുആഇന് വിളിച്ചു തേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ അർത്ഥമാണ്. ഒരു സ്ഥലത്താണോ? അല്ല, ഒന്നിലധികം സ്ഥലത്ത് ഞാൻ കാണിച്ചാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വദന്നൂൻ ഇദ് ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ذنون അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ കടലിൽ നിന്ന് അദ്ദേഹം, ആ ഇരുട്ടുകൾ കടിയിൽ നിന്ന് അദ്ദേഹം ഫനാദ, അദ്ദേഹം വിളിച്ചു തേടി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അർത്ഥമാണ് ഫനാദ ഫി الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദന്നൂൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ അല്ലാഹു നാദാ എന്നാണ് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെക്കുറിച്ച്, ഈ വിളിച്ചു തേട്ടത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുത്തെ ഹദീസ് തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്, ദഅവതു ദിന്നൂൻ. ദിന്നൂനിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദഅവതു അഖീ ദിന്നൂൻ, എന്റെ സഹോദരനായ ദിന്നൂൻ യൂനുസ് നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ മാ ദഅ ബിഹാ മക്റൂബുൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു. പ്രയാസത്തിൽ അകപ്പെട്ട ഏതൊരാളും ഇത് മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ പ്രയാസം നീക്കി കൊടുക്കും. ദഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒന്നാണ്. നിങ്ങൾ അല്ലാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ മുഹൈദ്ദീൻ ശൈഖെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആ ആണ്, അത് ഇബാദത്താണ്. അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്താൽ ചെയ്യുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. ഖുർആനിൽ നിന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ഈ പറഞ്ഞ തെറ്റാണെന്നുള്ളത്.
ഞാൻ ഖുർആൻ ആയത്തുകളാണ് ഈ കേൾപ്പിച്ചത്. ഇനിയുമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ അംബിയയിൽ കാണാം, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ് നാദാ, അദ്ദേഹം വിളിച്ചു തേടി. ഖുർആനിൽ അല്ലാഹു പറയും ഇദ് നാദാ, വിളിച്ചു തേടി. നിങ്ങൾ സഹോദരങ്ങളെ, തൗഹീദ് പഠിച്ചവരെ, ഈ ആയത്തിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇവരെപ്പോഴും പറയാറുള്ള കാര്യമാണ്, അത് പ്രാർത്ഥനയല്ലേ മൗലവി, ഇത് വിളിച്ചു തേട്ടമാണ്, ഇത് സഹായ തേട്ടമാണ്, ഇത് ഇസ്തിആനത്താണ്, ഇസ്തിശ്ഫാഅൻ എന്നൊക്കെ പറഞ്ഞ് പല അറബി വാക്കുകളിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ദുആ ആണ്. സഹോദര, ഒരു വാദപ്രതിവാദത്തിൽ ഒരു മനുഷ്യൻ, ഒരാൾ തൻ്റെ വാദം സ്ഥാപിച്ചുകൊണ്ട് പറയാൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയേണ്ടടുത്ത് ഒരാൾ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ അത് കേവല വിളിച്ചു തേട്ടമാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരെ പറയാൻ തുടങ്ങി. പിന്നെ ഏതാ ദുആ, ഏതാ വിളിച്ച്, ഏതാ പ്രാർത്ഥന അല്ലാത്തത്, ഏതാ സഹായതേട്ടം അല്ലാത്തത്? അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന് പറയേണ്ടടുത്ത് അള്ളാഹുവെ എന്ന് പറയേണ്ടടുത്ത് മുഹദ്ദീൻ ഷെയ്ഖേ എന്ന് പറഞ്ഞാൽ എന്താണ് ചങ്ങാതി അതിലുണ്ടായ മാറ്റം? എന്ത് വ്യത്യാസമാണ് ആ പറഞ്ഞതിലുള്ളത്? വല്ല മാറ്റവും നിന്റെ ഹൃദയത്തിലുണ്ടോ? പലപ്പോഴും അള്ളാഹുവിനോട് തേടുമ്പോൾ അവൻ കരയുന്നു പോലുമില്ല. എന്നാൽ ജാറത്തിന്റെ മുന്നിൽ പോയാൽ അവൻ അവിടെ കൂടുതൽ വിനയത്തിലാണ്, കൂടുതൽ താഴ്മയിലാണ്. അവന്റെ കണ്ണക്കഥ നിറഞ്ഞൊഴുകുന്നു. അവന്റെ ഹൃദയം താങ്ങാൻ പറ്റുന്നില്ല. അജ്മീറിന്റെ ദർഗയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവനങ്ങ് പേടിച്ചു വറക്കാൻ. എന്തിന്? മസ്ജിദിൽ കയറി തിരിച്ചു നടന്നു പോകുമ്പോൾ അവനങ്ങ് നേരെ നടന്നു പോവാൻ, ബാക്കും തട്ടിയിട്ട്. ജാറത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവന് തിരിയാൻ വയ്യ. എന്തേ? ഔലിയ എന്റെ ബാക്ക് കണ്ടുപോകരുത്, അതുകൊണ്ട് ബാക്കിലേക്ക് നടക്കുകയാണ്. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എത്ര വേദനയോട് കൂടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളെ ഈ കൂട്ടം ആളുകൾ ക്ഷണിക്കുന്ന തനിച്ച ഷിർക്കിലേക്കാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം, ഇത് ഷിർക്കാണ്, ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് ഇതിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കില്ല. ഒരു തെളിവുമില്ല. നിങ്ങൾ പറയുന്ന വെറും ന്യായങ്ങളല്ലാതെ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തേടിയതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ടോ? സഹാബികൾ തേടിയിട്ടുണ്ടോ? സലഫുകൾ, മുൻഗാമികളിൽപ്പെട്ട ഇമാമുമാർ തേടിയിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവരൂ. എവിടെയാണ് ഈ പറഞ്ഞ നബിമാരോ, ഈ പറഞ്ഞ അമ്പിയാക്കന്മാരോ, സാലിഹീങ്ങളോ, സഹാബികളോ ഒരിക്കലെങ്കിലും എന്റെ രോഗം മാറ്റി തരണേ എന്ന് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ വിളിച്ചു തേടിയ ഒരു സംഭവം നിങ്ങൾ കാണിച്ചു തരൂ എന്ന് എത്ര കാലമായി ആളുകൾ ചോദിക്കുന്നു. എന്റെ ഒരു സംഭവം ഇല്ലാത്തത്? ഒരൊറ്റ തെളിവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ഇത് ശിർക്കാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിന്റെ മേൽ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്. അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ.